നമസ്കാരം. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കിർച്ചോഫ്സിൻ്റെ 2 റൂളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആ കിർച്ചോഫിൻ്റെ ഈ 2 റൂളുകളും ഒരു പുതിയൊരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ഈ കാണുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വീസ്റ്റോൺ ബ്രിഡ്ജിൽ 4 റെസിസ്റ്റേഴ്സ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ റെസിസ്റ്റൻസിനെ R1 എന്ന് വിളിക്കാം. ഈ റെസിസ്റ്റൻസിനെ R2, ഈ റെസിസ്റ്റൻസിനെ R3 എന്ന് വിളിക്കാം, ഇതിനെ R4. ഈ 4 റെസിസ്റ്റേഴ്സിൽ 3 റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസിനെ നമുക്കറിയാം, ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിനെ നമുക്കറിയില്ല. അതിനെ അൺനോൺ റെസിസ്റ്റർ എന്ന് വിളിക്കാം. ഇതിൽ നമുക്ക് R4നെ അൺനോൺ റെസിസ്റ്ററായിട്ട് നമുക്ക് കണക്കാക്കാം. ഏത് റെസിസ്റ്ററിനെ നമുക്ക് കണക്കാക്കാം, 4ൽ 1നെ അൺനോൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ ഒരു റെസിസ്റ്ററിനെ വേരിയബിൾ റെസിസ്റ്ററായിട്ട് നമ്മൾ എടുക്കണം. കാരണം വേരി ചെയ്യാം, അതിൻ്റെ റെസിസ്റ്റൻസിനെ വേരി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്ററായിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ R3നെ നമ്മൾ വേരിയബിൾ റെസിസ്റ്ററായിട്ടും എടുക്കാം. ഇനി ഈ റെസിസ്റ്റേഴ്സിലേക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. ഒരു ബാറ്ററിയുടെ സഹായത്തോട് കൂടിയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാം. ഈ പോയിന്റിനെ എ എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ ബി, ഈ പോയിന്റിനെ സി, ഈ പോയിന്റിനെ ഡി എന്ന് വിളിക്കാം. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത്, അതായത് ബാറ്ററി കൊടുക്കുന്നത് എ സി ഈ 2 പോയിന്റുകൾക്ക് അക്രോസ് ആയിട്ടാണ്. നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ പുറത്തു കൂടെ നമുക്കിങ്ങനെ വരക്കാം. ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ്, ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ്. ഈ ഒരു ഭാഗത്തിനെ ബാറ്ററി ആം എന്ന് വിളിക്കാം. അതായത് എൻ്റെയും സീൻ്റെയും ഇടയിലാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ ബാറ്ററി ആം എന്ന് വിളിക്കാം. ഈ ബി ഡി ഈ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ 2 പോയിന്റുകൾക്കിടയ്ക്ക് ഒരു ഗാൽവനോമീറ്ററിനെ നമ്മൾ കണക്ട് ചെയ്യും. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കുന്ന ഒരു ഡിവൈസാണ് ഗാൽവനോമീറ്റർ. ഇതാണ് ഗാൽവനോമീറ്റർ. ഇവിടെ നടുവിലൊരു നീഡിലുണ്ട്. കറൻറ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ ചേഞ്ച് ചെയ്യും. കറൻറ്റ് ആ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ നീഡിൽ അങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. കറൻറ്റ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഈ നീഡിൽ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇത് അനലോഗ് ഗാൽവനോമീറ്റർ ആണ്. ഈ അനലോഗ് ഗാൽവനോമീറ്ററിന് പകരം നമുക്ക് ഡിജിറ്റലായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മൾട്ടിമീറ്ററും ഉപയോഗിക്കാം. മൾട്ടിമീറ്ററിൽ പോസിറ്റീവ് കാണിക്കുന്നത് ഒരു ഡയറക്ഷനിലായിട്ട് നമുക്ക് കണക്കാക്കാം, നെഗറ്റീവ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റാണ് അതിൻ്റെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കാം. ഈ ബിൻ്റെയും ഡിൻ്റെയും ഇടയിലാണ് ഗാൽവനോമീറ്റർ കൊടുക്കുന്നത്. ഈ ആമിനെ നമ്മൾ ഗാൽവനോമീറ്റർ ആം എന്നാണ് പറയുക. ഈ ബാറ്ററി കാരണം ഇതിലൂടെ ഒരു കറൻറ്റ് കൊടുക്കുന്നുണ്ട്. ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറൻറ്റാണ് വരുന്നത്. ഈ ഐ എ എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തുന്ന സമയത്ത് ആ കറൻറ്റ് സ്പ്ലിറ്റ് ആകും. R1 കടന്നു പോകുന്ന കറൻറ്റിനെ I1 എന്ന് വിളിക്കാം. R2 കടന്നു പോകുന്ന കറൻറ്റിനെ I2 എന്ന് വിളിക്കാം. ഈ I2 എന്ന് പറഞ്ഞ കറൻറ്റ് R2 കടന്നു പോവാണ്. അപ്പോൾ ഇതിനെ ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. I2 R2 എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കറൻറ്റ് ബിയിലെത്തും. ബി എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തുന്ന സമയത്ത് I2 വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. ഗാൽവനോമീറ്റർ കൂടെ ഒരു ഭാഗം കടന്നു പോകും. അതിന് നമുക്ക് IG എന്ന് വിളിക്കാം. ഗാൽവനോമീറ്റർ കൂടെ കടന്നു പോകുന്ന കറൻറ്റിനെ IG എന്ന് വിളിക്കാം. R4 കടന്നു പോകുന്ന കറൻറ്റിനെ I4 എന്നും വിളിക്കാം. ഈ I2 എന്ന് പറഞ്ഞ കറൻറ്റ് ബിയിലെത്തുന്ന സമയത്ത് IG I4 എന്ന് പറഞ്ഞ 2 കറൻറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ I1 എന്ന് പറഞ്ഞ കറൻറ്റ് R1 കടന്നു പോകും. അപ്പോൾ R1നെ ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. അതിനെ I1 R1 എന്ന് വിളിക്കാം. ഈ I1 എന്ന് പറഞ്ഞ കറൻറ്റ് ഡിയിലെത്തുന്ന സമയത്ത് IG എന്ന് പറഞ്ഞ കറൻറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ വരുന്ന കറൻറ്റും I1 കൂടി R3 കടന്നു പോകും. R3 കടന്നു പോകുന്ന കറൻറ്റിനെ I3 എന്ന് വിളിക്കാം. അപ്പോൾ I3 എന്ന് പറഞ്ഞ കറൻറ്റ് R3 കടന്നു പോകുന്ന സമയത്ത് ആ റെസിസ്റ്റർ കൂടെ ഡ്രോപ്പ് ഉണ്ടാവും. R3 ഉണ്ടാവുന്ന ഡ്രോപ്പ് എത്രയായിരിക്കും? I3 × R3. I4 ഇവിടെ എത്തുന്നു. I4ഉം I3യും കൂടി ചേർന്ന് വീണ്ടും I എന്ന് പറഞ്ഞ കറണ്ടായിട്ട് അത് വീണ്ടും ബാറ്ററിയിലെത്തുന്നു. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂള് ബി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം.
നമുക്കറിയാം എന്താ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഇസ് ഈക്വൽ ടു ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട്. അപ്പോൾ ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഏതാണ്? I2 എന്ന് പറഞ്ഞ കറണ്ടാണ് വരുന്നത്. ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് ഏതാണ്? I4ഉം IG ആണ്. അപ്പോൾ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂള് ജംഗ്ഷൻ ബിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എഴുതാം, I2 ഇസ് ഈക്വൽ ടു I4 പ്ലസ് IG. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ തന്നെ ഡി എന്ന് പറഞ്ഞ ഈ ജംഗ്ഷനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ, എന്തായിരിക്കും ഡി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നമ്മൾ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ ഉപയോഗിക്കുന്ന സമയത്ത് സംഭവിക്കുക? ആ ജംഗ്ഷനിലേക്ക് ഏത് കറണ്ടാണ് വരുന്നത് നോക്കുക, അത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടിനോട് ഈക്വൽ ആയിരിക്കും. ഡി എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് I1 എന്ന് പറഞ്ഞ കറണ്ട് വരുന്നുണ്ട്, IG എന്ന് പറഞ്ഞ കറണ്ട് വരുന്നുണ്ട്. ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് ഏതാണ്? I3 ആണ്. അതായത് I1 പ്ലസ് IG ഈസ് ഈക്വൽ ടു I3. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂളും ഉപയോഗിക്കാം. ഫസ്റ്റ് നമുക്ക് ADBA ഈ ലൂപ്പിലാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാം. ADBA എന്ന് പറഞ്ഞിട്ടുള്ള ലൂപ്പിൽ കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂള് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് തുടങ്ങാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. I1 എന്ന് പറഞ്ഞ കറണ്ട് R1 കൂടെ കടന്നു പോവുകയാണ്. R1 കൂടെ കടന്നു പോകുന്ന സമയത്ത് I1 R1 എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് I1 R1 എന്ന് എഴുതാം. കാരണം എല്ലാ പൊട്ടൻഷ്യലും കൂടി കൂട്ടുന്ന സമയത്ത് 0 ആവുന്നതാണല്ലോ കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ പറയുന്നത്. അപ്പോൾ നമുക്ക് R1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ കൂടെയല്ല പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I1 R1 എന്ന് എഴുതാം. സൈന് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? കാരണം നമ്മൾ ലൂപ്പ് ഇങ്ങനെ എടുത്തത് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ്. ലൂപ്പിൻ്റെ അതേ ഡയറക്ഷനിലാണ് കറൻറ്റ് ഫ്ലോ നടക്കുന്നതെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ലൂപ്പ് ഇങ്ങനെയാണ്, ഈ ഡയറക്ഷനിലെ കറൻറ്റ് I1 ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പിനെ നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ -I1 R1 എന്ന് എഴുതാം. അപ്പോൾ -I1 R1. ഓക്കെ, ഈ ഭാഗത്ത് ഡ്രോപ്പ് കിട്ടി. ഇനി ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വന്ന് ഇത് ഗാൽവനോമീറ്റർ കൂടെയാണ് കടന്നു പോകുന്നത്. ആ ഗാൽവനോമീറ്റർ കൂടെയുള്ള ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിന് നമുക്ക് RG എന്ന് വിളിക്കാം. ആ ഗാൽവനോമീറ്റർ കൂടെ കടന്നു പോകുന്ന കറണ്ട് IG ആണ്. അപ്പോൾ ഗാൽവനോമീറ്റർ കൂടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IG RG എന്ന. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ? കാരണം നമ്മൾ ഇങ്ങനെയാണ് ലൂപ്പ് പോകുന്നത്. അപ്പോൾ ലൂപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് IG വരുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ IG RG എന്നുള്ളത് പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ ലൂപ്പിന് ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, +IG RG. ഓക്കെ, ഇതുവരെ എത്തി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണ്. അപ്പോൾ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റർ കൂടെയുള്ള ഡ്രോപ്പ് എത്രയായിരിക്കും? I2 R2. ആ I2 R2 പോസിറ്റീവാണോ നെഗറ്റീവാണോ? നമ്മൾ ലൂപ്പ് ഇങ്ങനെയാണ് വരുന്നത്, ലൂപ്പിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് I2 R2 എന്നുള്ളതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് +I2 R2 ഈസ് ഈക്വൽ ടു എല്ലാ പൊട്ടൻഷ്യലോടും കൂടി കൂട്ടി. ഇനി ലൂപ്പിൽ വേറെ പൊട്ടൻഷ്യലൊന്നുമില്ല, വേറെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ നമ്മളിതെല്ലാതും കൂടി കൂട്ടുന്ന സമയത്ത് പൊട്ടൻഷ്യൽ 0 എന്ന് എഴുതി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. ഇനി നമുക്ക് CBDC ഈ ലൂപ്പിൽ കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ലൂപ്പിൻ്റെ ഡയറക്ഷൻ CBDC ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് തുടങ്ങാം. R4ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് I4 R4 ആണ്. ലൂപ്പ് എടുത്തതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് I4. അപ്പോൾ നമുക്ക് ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ I4 R4 ഓക്കെ. അത് കഴിഞ്ഞ് ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഗാൽവനോമീറ്റർ കൂടെ IG എന്ന് പറഞ്ഞ കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഗാൽവനോമീറ്റർ കൂടെ ഉള്ള ഡ്രോപ്പ് IG RG എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. പക്ഷേ ലൂപ്പിൻ്റെ ഡയറക്ഷൻ കട്ടാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ കട്ടാണ്.
അപ്പോൾ നമുക്ക് ഐ ജി ആർ ജി എന്നുള്ളതിന് എന്താക്കി എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഐ ജി ആർ ജി ആണ്, അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് ഐ ജി ആർ ജി. ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം, എന്നാലാണ് ലൂപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ നോക്കൂ, ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, I3 ഒഴുകുന്നതും ഇങ്ങോട്ടാണ്. അപ്പോൾ R3ക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I3 R3. സൈന് പോസിറ്റീവാണോ നെഗറ്റീവാണോ? കാരണം കറണ്ട് ലൂപ്പിൻ്റെ അതേ ഡയറക്ഷനിലാണ്, അപ്പോൾ സൈന് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം മൈനസ് I3 R3 ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ എല്ലാ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളും ആഡ് ചെയ്തു. ഈ എല്ലാ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയായിരിക്കും കിട്ടുക? ലൂപ്പിൽ 0 ആയിരിക്കും. നമുക്കെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതുക. കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂള് 2 ജംഗ്ഷനിൽ അപ്ലൈ ചെയ്തു. കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂള് 2 ലൂപ്പിലും അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഇനി ഇതിൽ R3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യാം. ആ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സർക്യൂട്ടിലൂടെ എല്ലാ കറണ്ടിൻ്റെ വാല്യൂസും ചേഞ്ച് ചെയ്യും. I1ൻ്റെയും I2ൻ്റെയും I3 I4 എല്ലാ കറണ്ടും ചേഞ്ച് ചെയ്യും, IG ഒക്കെ ചേഞ്ച് ചെയ്യും. അങ്ങനെ ആ റെസിസ്റ്റൻസ് വേരി ചെയ്ത് ഗാൽവനോമീറ്റർ കൂടെയുള്ള കറണ്ടിനെ 0 ആക്കണം. അത് നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ആ ഗാൽവനോമീറ്റർ കൂടെയുള്ള കറണ്ട് 0 ആക്കുന്നത് വരെ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അങ്ങനെ ഗാൽവനോമീറ്റർ കൂടെയുള്ള കറണ്ട് 0 ആകുന്നതിന് പറയുന്ന പേരാണ് ബാലൻസിങ് കണ്ടീഷൻ. അതായത് വീൽസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ് ആയി എന്ന് പറയാം. അതായത് ഗാൽവനോമീറ്റർ കൂടെയുള്ള കറണ്ട് 0 ആകുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? വീൽസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് പറയും. നമുക്ക് ഈ റെസിസ്റ്റൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഗാൽവനോമീറ്റർ കൂടെയുള്ള കറണ്ട് 0 ആക്കുക. അങ്ങനെ 0 ആക്കുന്ന സമയത്ത്, അതായത് ബാലൻസിങ് കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ 4 ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. എന്താണ് അവിടെ മോഡിഫിക്കേഷൻ വരിക? ഇത് IG എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. IG 0 ആയിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? I2 is equal to I4 plus IG എന്നാണല്ലോ. ഇവിടെ ഈ IG എന്നുള്ളത് 0 ആയി വരും. IG 0 ആവുന്ന സമയത്ത് I2 is equal to I4 എന്നായി മാറും. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? I1 plus IG is equal to I3. അവിടെ IG 0 ആണ്. IG 0 എന്ന സമയത്ത് I1 is equal to I3 എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ? IG 0 ആണെങ്കിൽ ഇത് കൂടെ കറണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ I2 is equal to I4. ഇതാണ് I2. ഇങ്ങനെ വരുന്ന കറണ്ടാണ് I2. ഈ I2 നേരെ I4 കൂടെ പോകും. കാരണം ഈ I2 തന്നെയാണ് I4. കാരണം IG കൂടെ കറണ്ട് പോകുന്നില്ല എന്നർത്ഥം. ഓക്കെ. അതുപോലെ നമുക്ക് I1 is equal to I3. കാരണം I1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന കറണ്ടാ. ഇങ്ങനെ വരുന്ന കറണ്ട് ഏതിനോട് ഈക്വൽ ആയിരിക്കും? I1 is equal to I3. I3നോട് ഈക്വൽ ആയിരിക്കും. അത് ശരിയാണ്. കാരണം എന്താണ്? IG ഇല്ലല്ലോ. അപ്പോൾ ഈ വരുന്ന കറണ്ട് കംപ്ലീറ്റ് എങ്ങനെ പോകും? നേരെ ഇങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ ബാലൻസിങ് കണ്ടീഷനിൽ I1 ഏതിനോട് ഈക്വൽ ആയിരിക്കും? I4നോട് ഈക്വൽ ആയിരിക്കും. I1 ഏതിനോട് ഈക്വൽ ആയിരിക്കും? I3നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളൊക്കെ ബാലൻസിങ് കണ്ടീഷനിൽ. ഇനി ലൂപ്പ് റൂള് ഉപയോഗിച്ച് കിട്ടിയ 2 ഇക്വേഷനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഇവിടെയും ഈ IG എന്ന് പറയുന്നത് 0 എന്ന സമയത്ത് ഈ ഭാഗം ഉണ്ടാവില്ല. IG RG ഇത് 0 ആയി. ഇവിടെ IG RG ഈ ഭാഗം 0 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ 4 ഇക്വേഷൻ ബാലൻസിങ് കണ്ടീഷനിൽ ഈ രീതിയിൽ എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? I2 is equal to I4 എന്നായിട്ട് വരും. രണ്ടാമത്തെ ഇക്വേഷൻ I1 is equal to I3 എന്നായിട്ട് വരും. മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് I1 R1 is equal to I2 R2 is equal to 0. ഇതിനെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. ഇതിനെങ്ങനെ എഴുതാം? I2 R2 ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. I2 R2 ഈ മൈനസ് I1 R1 എന്നുള്ളത് ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മൈനസ് എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുന്ന സമയത്ത് പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം I2 R2 is equal to ഇത് ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുന്ന സമയത്ത് I1 R1. അപ്പോൾ I2 R2 is equal to I1 R1 എന്ന് എഴുതാം. നാലാമത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം? നാലാമത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. I4 R4 മൈനസ് I3 R3 is equal to 0 എന്നാണ്. ഇവിടെ ഈ മൈനസ് ടേമിനെ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം I4 R4 is equal to
ഈ ടേം പുറത്തു പോകുന്ന സമയത്ത് മൈനസ് നില പ്ലസ് ആവും. അപ്പോൾ I3R3 എന്ന് വരും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 5നെ ഇക്വേഷൻ നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, I2R2 ഡിവൈഡഡ് ബൈ, കാരണം ലെഫ്റ്റ് സൈഡും ഡിവൈഡ് ചെയ്യുക, റൈറ്റ് സൈഡും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ I2R2 ഡിവൈഡഡ് ബൈ I4R4 is equal to I1R1 divided by I3R3. ഇത് ബാലൻസിങ് കണ്ടീഷനിലാണ്. ബാലൻസിങ് കണ്ടീഷനിൽ ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ, I2 I4നോട് ഈക്വലാ. അപ്പോൾ I2 I4നോട് ഈക്വൽ ആണെങ്കിൽ ഇവിടെ I2 ഇവിടെ I4 ആണ്. ഈ I2 I4 എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു, കാരണം I2 I4 ഈക്വലാണ്. അതുപോലെ I1 is equal to I3 ആ. അപ്പോൾ ഇവിടെ ഈ I1ഉം I3യും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R2 ഡിവൈഡഡ് ബൈ R4 ഇസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R3 എന്ന് ലഭിക്കും. ഇതിനെയാണ് വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അതായത് ബാലൻസിങ് കണ്ടീഷനിൽ R2 ഡിവൈഡഡ് ബൈ R4 ഇസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R3 എന്ന് എഴുതാം. ഈ ഇക്വേഷൻ പറയുന്നത് ബാലൻസിങ് കണ്ടീഷനിൽ R2 ഡിവൈഡഡ് ബൈ R4 ഇസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R3 എന്നാണ്. നമുക്ക് ഇതിനൊന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് R1നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, R4നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെ എഴുതാം, R2 ഡിവൈഡഡ് ബൈ R1 ഇങ്ങനെ എഴുതാം. ഈ R1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, R4നെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ R2 ഡിവൈഡഡ് ബൈ R1 ഇസ് ഈക്വൽ ടു R4 ഇങ്ങോട്ട് പോകുന്ന സമയത്ത് R4 ഡിവൈഡഡ് ബൈ R3. ഇതങ്ങനെ പറഞ്ഞാൽ R2 ഡിവൈഡഡ് ബൈ R1 ഇസ് ഈക്വൽ ടു R4 ഡിവൈഡഡ് ബൈ R3. ഇങ്ങനെ റേഷ്യോ നോക്കാം, നമുക്ക് ഇതൊന്ന് റിയലായിട്ട് കാണാം. ഇവിടെ ഒരു R1ൻ്റെ സ്ഥാനത്ത് ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, R2ൻ്റെ സ്ഥാനത്ത് ഒരു റെസിസ്റ്റർ, R3 ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്, R4 ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു കണക്റ്റേഴ്സ് മാത്രമാണ് ഈ കാണുന്നതൊക്കെ. ഗാൽവനോമീറ്ററിന് പകരം നമ്മൾ മൾട്ടിമീറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൾട്ടിമീറ്ററിൽ പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഡയറക്ഷനും നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് കറണ്ട് എന്ന് മനസ്സിലാക്കാം. നമുക്കിനി കണക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. പവർ ഓൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഗാൽവനോമീറ്ററിൽ കറൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ബാലൻസ്ഡ് അല്ല. ഇനി നോക്ക്, ഈ വേരിയബിൾ റെസിസ്റ്റർ ചേഞ്ച് ചെയ്ത് നോക്കൂ, ഇവിടെ കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തേക്ക് പോകണ്ട, നമുക്കിതിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഈ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ ആണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിട്ടാണ് നമുക്ക് ബാലൻസിങ് പോയിന്റ് ലഭിക്കുക. ഓക്കെ, ഇപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി. അതായത് ഇപ്പോൾ ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. ഈ കണ്ടീഷനെയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഈ റെസിസ്റ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ, അതായത് R2 ഡിവൈഡഡ് ബൈ R1 ഇസ് ഈക്വൽ ടു R4 ഡിവൈഡഡ് ബൈ R3 എന്ന് പറയാം. ഇത് വേരി ചെയ്യുന്നില്ല, എല്ലാ സർക്യൂട്ടും ഡിസ്കണക്ട് ചെയ്യാണ്. R1ൻ്റെ വാല്യൂ 32.4 എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ R1 ഇസ് ഈക്വൽ ടു 32.3 എന്നാണ് ലഭിക്കുന്നത്. R2ൻ്റെ വാല്യൂ 21.7 എന്നാണ് കാണിക്കുന്നത്. R3ൻ്റെ വാല്യൂ, ഇത് വേരിയബിൾ റെസിസ്റ്ററാണ്, 68.5 എന്നാണ് കാണിക്കുന്നത്. R3 ഈസ് ഈക്വൽ ടു 68.5. R4ൻ്റെ വാല്യൂ 46.7. R4 46.7. നമുക്ക് R1ൻ്റെയും R2ൻ്റെയും R3ൻ്റെയും R4ൻ്റെയും ഒക്കെ വാല്യൂ നമുക്ക് ലഭിച്ചു. അത് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിളിൽ അപ്ലൈ ചെയ്യാം. എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്?
R2 ഡിവൈഡഡ് ബൈ R4 ഇസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R3. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, R2 ഇത് R2 ആണ്, R2 ഡിവൈഡഡ് ബൈ R4 ഈസ് ഈക്വൽ ടു ഇവിടെ R1 ആണ്, R1 ഡിവൈഡഡ് ബൈ R3. R1 ഡിവൈഡഡ് ബൈ R3. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. R2 ഡിവൈഡഡ് ബൈ R4, R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21.7 ആണ്. 21.7 ഡിവൈഡഡ് ബൈ R4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 46.7. 46.7 ഇസ് ഈക്വൽ ടു 0.464 എന്നാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് R1 ഡിവൈഡഡ് ബൈ R3. R1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32.3 ഡിവൈഡഡ് ബൈ R3 എന്ന് പറയുന്ന സമയത്ത് 68.5 ഇസ് ഈക്വൽ ടു 0.47 എന്നാണ് ലഭിക്കുന്നത്. ഇത് 0.46 എന്ന് ലഭിച്ചു, ഇത് 0.47 എന്ന് ലഭിച്ചു. അപ്രോക്സിമേറ്റ്ലി അടുത്ത വാല്യൂ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളിതൊന്ന് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് കറക്റ്റ് വാല്യൂ തന്നെ നമുക്ക് ലഭിക്കും. നമുക്ക് ഇനി R2 ഡിവൈഡഡ് ബൈ R1 ഇസ് ഈക്വൽ ടു R4 ഡിവൈഡഡ് ബൈ R3 ആ രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? R2 ഡിവൈഡഡ് ബൈ R1 ഇസ് ഈക്വൽ ടു R4 ഡിവൈഡഡ് ബൈ R3. R2ൻ്റെ വാല്യൂ 21.7 ഡിവൈഡഡ് ബൈ R1ൻ്റെ വാല്യൂ 32.3 ഇസ് ഈക്വൽ ടു 0.67 എന്നാണ് ലഭിക്കുന്നത്. ഇസ് ഈക്വൽ ടു R4 ഡിവൈഡഡ് ബൈ R3. R4ൻ്റെ വാല്യൂ 46.7 ഡിവൈഡഡ് ബൈ R3ൻ്റെ വാല്യൂ 68.5 ഇസ് ഈക്വൽ ടു അത് നമുക്ക് 0.68. സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ എറർ കൂടി നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആൾറെഡി ഇത് ബാലൻസ്ഡ് കണ്ടീഷനാണ്. നമുക്കിതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് അൺബാലൻസ്ഡ് ആകും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും നമുക്ക് സർക്യൂട്ട് പഴയ രീതിയിൽ തന്നെ ആക്കുകയാണ്. ഓക്കെ, ഇത് ബാലൻസ്ഡ് കണ്ടീഷനിലാണ്. ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് ഇവിടെ നോക്കൂ, ഇവിടെ 200 മില്ലിയിൽ കൊടുക്കുന്ന സമയത്ത് ബാലൻസ്ഡാ. നമ്മൾ ഈ പോയിന്റിലേക്ക് ഇടുന്ന സമയത്ത് ഇവിടെ നോക്കൂ, ഇപ്പോഴും ചെറുതായിട്ട് അവിടെ കറണ്ട് കൊടുക്കുന്നുണ്ട്. അതിനെയും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കതും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രാക്ഷണൽ ചേഞ്ച് അടക്കം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീൽസ്റ്റൺ ബ്രിഡ്ജിലോ ഇനി വരാൻ പോകുന്നതിലൊക്കെ ആദ്യം നമ്മൾ ബാലൻസിങ് കണ്ടീഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. എന്നാൽ ആദ്യം തന്നെ നമുക്ക് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ഇതിലിട്ടൂടെ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രീം പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് ഉയർന്ന കറണ്ട് വന്ന് നമ്മുടെ ഗാൽവനോമീറ്റർ ഡാമേജ് ആവും. അപ്പോൾ ബാലൻസിങ് കണ്ടീഷൻ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയുള്ളൂ. ഇനി ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഈ റെസിസ്റ്റൻസിനെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തു, വേറൊരു റെസിസ്റ്റർ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഇവിടെ നോക്കൂ, ബാലൻസിങ് കണ്ടീഷൻ മാറി. ഇനി നമുക്ക് ഇതിന് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അറ്റത്ത് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ്, ഒരു എൻഡിൽ നെഗറ്റീവ്, ഈ രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്ഷൻ ഓക്കെയാണ്, കണക്ഷൻ ശരിയാണ്. ഇനി ഒരു ഭാഗത്ത് പോസിറ്റീവ് ഒരു ഭാഗത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിലായിരിക്കും, അതിൻ്റെ ഇടയിലായിരിക്കും സീറോ, അതായത് ബാലൻസിങ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് വീണ്ടും ബാലൻസിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോഴാണ് അതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ ആയത്. ഇങ്ങനെ ബാലൻസിങ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. നോക്കൂ, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയപ്പോൾ അവിടെ കറണ്ട് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യണം, വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് നമുക്ക് വാല്യൂ ലഭിക്കുകയുള്ളൂ.
ഇവിടെ നോക്കൂ, റെസിസ്റ്റൻസ് മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ വേരിയബിൾ റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ മാറ്റണം. ഈ സമയത്ത് നമുക്ക് വീൽസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. അതായത് ഈ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഈ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് എന്നായിരിക്കും. ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഈ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ്. ഇവിടെ നോക്കൂ, R1ൻ്റെ വാല്യൂ 17.8. ആ സമയത്തിലെ വേരിയബിൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 38 നമുക്ക് ലഭിച്ചത്. R3യുടെ വാല്യൂ 38. 32.3 നിന്ന് 17.8 റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ വേരിയബിൾ റെസിസ്റ്റൻറ്റിൻ്റെ വാല്യൂ 68.5 നിന്ന് എത്രയിലേക്ക് കുറയ്ക്കേണ്ടി വന്നു? 38 കുറയ്ക്കേണ്ടി വന്നു. ഇപ്പോഴും ഈ റെസിസ്റ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഈ സമയത്ത് ഇതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? R2 ഡിവൈഡഡ് ബൈ R4 ഇസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R3. നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസുകളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. ഈ R2 ഡിവൈഡഡ് ബൈ R4ൻ്റെ വാല്യൂ നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്താണ്. R2 ഡിവൈഡഡ് ബൈ R4 0.464 എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേഞ്ച് ചെയ്തത് ഏതാണ്? ഈ റെസിസ്റ്റൻസ് മാറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേരിയബിൾ റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ സമയത്തുള്ള റേഷ്യോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് 17.8 എന്നാണ് ലഭിച്ചത്, ഇതിൻ്റെ റെസിസ്റ്റൻസ് 38 എന്നാണ് ലഭിച്ചത്. ഇപ്പോഴും നമുക്കൊന്ന് അതിൻ്റെ റേഷ്യോ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 17.8 ഡിവൈഡഡ് ബൈ 38 ഈസ് ഈക്വൽ ടു 0.468 തന്നെ ലഭിച്ചു. അതായത് 0.464 എന്നാണ് മുന്നേ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ നമുക്ക് അതേ വാല്യൂ നമുക്ക് ലഭിച്ചു, 0.468 എന്ന് ലഭിച്ചു. അതായത് എപ്പോഴും ബാലൻസിങ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതേ ഡിവൈഡ് ബൈ ഇതേ ഇസ് ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ഇത്, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഇതേ ഡിവൈഡ് ബൈ ഇതേ ഇസ് ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ഇത്. ഓക്കെ, ഇന്ന് വീൽസ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതായത് 4 റെസിസ്റ്റേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. ഈ അറേഞ്ച്മെൻറ്റിൽ ഈ വേരിയബിൾ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഗാൽവനോമീറ്റർ കൂടെയുള്ള കറൻറ്റ് 0 ആക്കുന്നതിനെയാണ് ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ബാലൻസിങ് കണ്ടീഷനിൽ ഈ റെസിസ്റ്റേഴ്സുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ, ആ റിലേഷനെയാണ് നമുക്ക് വീൽസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. R2 ഡിവൈഡഡ് ബൈ R1 ഇസ് ഈക്വൽ ടു R4 ഡിവൈഡഡ് ബൈ R3. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, R2 ഡിവൈഡഡ് ബൈ R4 ഇസ് ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R3. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.